ഓ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ സാധിക്കും. ഒരാളുടെ ജനാധിപത്യ അവകാശത്തെയൊക്കെ തന്നെ തടയാൻ വേണ്ടി സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് നിയമത്തിൽ അങ്ങനെയും സാധിക്കില്ല. വേറെ ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ രണ്ടാമതായിക്കോളും, അതൊരു ഇതായിട്ട് മാറും. ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരിക്കലും ആദ്യം നടക്കണ്ടേ. പങ്കെടുത്താൽ അയോഗ്യതയുള്ള കാര്യങ്ങളിൽ എത്തൂലല്ലോ, പങ്കെടുക്കും. ഇന്ന് തന്നെ പോകും. കാരണം നാളെ ബ്ലോക്കൊക്കെ വന്നിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിൽ പുതിയ പ്രസിഡന്റ് നിർദ്ദേശിക്കില്ല. അതുകൊണ്ട് ഇവിടെ ആരും അയോഗ്യരൊന്നും ആകാൻ പോകുന്നില്ല. പിന്നെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടില്ല. കൗൺസിൽ യോഗം തീരുമാനിക്കുന്നു. സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ വരുന്ന അജണ്ടകളുണ്ട്. നിലവിൽ സത്യപ്രതിജ്ഞ മാത്രമല്ല, ഇപ്പോൾ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. മൂന്നാമത്തെ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ ഭരണസമിതി 101 കൗൺസിലർമാരെ സംരക്ഷിക്കും. ഏതെങ്കിലും ഒരു കൗൺസിലർ പറയട്ടെ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് അവർ അക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷകരുമായിട്ട് സംസാരിച്ചിട്ട് അക്കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നുണ്ട്. അത് ഫയൽ ചെയ്യേണ്ടത് കൗൺസിലറാണ്. കോടതിയുടെ ഉത്തരവ് ഏതായാലും ആ ഉത്തരവ് എല്ലാ കാര്യത്തിലും നടപ്പിലാക്കുവാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധമാണ്. പ്രത്യേകിച്ചും ഒരു കോർപ്പറേഷൻ്റെ ഭരണസമിതി. കോടതി പറയുന്ന എന്താണ്, ആ ഉത്തരവ് കയ്യിൽ കിട്ടിയിട്ടില്ല. മാധ്യമ വാർത്തകൾ അതോടൊപ്പം തന്നെ അഭിഭാഷകനായിട്ട് ഫോണിൽ സംസാരിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ആ ഉത്തരവ് ഏതാണെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് കൃത്യമായിട്ട് അതനുസരിക്കും, നടപ്പിലാക്കും. ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ കാപ്പ ബോർഡിൻ്റെ തീരുമാനം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാപ്പ ചുമത്തി ശരിവച്ചിരിക്കുകയാണ്. അത് ഇന്നലെ അത് ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് ഇനി എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകാൻ? അല്ല, അക്കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൗൺസിലറുടെ അഭിഭാഷകരുമായിട്ട് സംസാരിച്ചിട്ട് അക്കാര്യങ്ങൾ അവർ തീരുമാനിക്കുന്നുണ്ട്. അത് ഫയൽ ചെയ്യേണ്ടത് കൗൺസിലറാണ്. ഇപ്പോൾ നിലവിൽ കോർപ്പറേഷന് മുമ്പാകെ ഉള്ളത് ഒരു കൗൺസിലർ സത്യപ്രതിജ്ഞ ചെയ്തതിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട കോടതി നാളെ രാവിലെ 11 മണിക്ക് അദ്ദേഹം ഇപ്പോൾ ഉള്ള സ്ഥലം, അതായത് വിയ്യൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിൻ്റെ റൂമിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരവ് കയ്യിൽ കെട്ടിയതിന് ശേഷം ഞങ്ങൾ അതിൻ്റെ നടപടികൾ സ്വീകരിക്കും, കോർപ്പറേഷൻ സ്വീകരിക്കും. നിലവിൽ സത്യപ്രതിജ്ഞ മാത്രമല്ല, ഇപ്പോൾ 2 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. മൂന്നാമത്തെ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ 4ാമത്തെ കൗൺസിൽ യോഗം വരുമ്പോഴേക്കും അദ്ദേഹത്തിന് ഐകോനികപ്പെടാം. നിലവിൽ ഇപ്പോൾ 2 കൗൺസിലും പങ്കെടുത്തിട്ടില്ല. ഇതിനടുത്ത കൗൺസിൽ യോഗം എന്നത്തേക്കാണ് നിശ്ചയിച്ചിരിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട എന്താണ് ആലോചനകൾ? അല്ല, ഇവിടെ ആരും അയോഗ്യരൊന്നും ആകാൻ പോകുന്നില്ല. പിന്നെ കൗൺസിൽ യോഗം തീരുമാനിച്ചിട്ടില്ല. കൗൺസിൽ യോഗം തീരുമാനിക്കുന്നത് സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ വരുന്ന അജണ്ടകളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ വരുന്ന അജണ്ടകളുടെ അടിസ്ഥാനത്തിലാണ് സാധാരണ കൗൺസിൽ യോഗം തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു കൗൺസിൽ യോഗം ചേരണമെന്നുള്ള തരത്തിലുള്ള അജണ്ടകൾ വരുമ്പോഴേക്കും കൗൺസിൽ യോഗത്തിൻ്റെ ഡേറ്റ് ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും. അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൗൺസിൽ യോഗം ചേരാറുണ്ട്. അങ്ങനെ ഒരു അടിയന്തര സാഹചര്യം ഇപ്പോൾ വന്നിട്ടില്ല. എന്തായാലും ഈ മാസം കൗൺസിൽ യോഗം ഉണ്ടാകും, തീർച്ചയായിട്ടും അതുണ്ടാകും. ഓ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ സാധിക്കുമോ? ഒരാളുടെ ജനാധിപത്യ അവകാശത്തെയൊക്കെ തന്നെ തടയാൻ വേണ്ടി സാധിക്കുമോ? എനിക്ക് തോന്നുന്നത് നിയമത്തിൽ അങ്ങനെയും സാധിക്കില്ല. ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതികൾ പറയുന്ന കാര്യവും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്കെ പറയുന്ന കാര്യങ്ങളനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഭരണസമിതി 5 വർഷം അതുപോലെ തന്നെ ആയിരിക്കും പോകുന്നത്. താങ്കൾ പറഞ്ഞ ഈ മാസം അവസാനം കൗൺസിൽ യോഗം ഉണ്ടാകുമെന്ന്. ആ യോഗത്തിന് മുമ്പായിട്ട് ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമോ? എന്താണ് അതുമായി ബന്ധപ്പെട്ടുള്ള ആലോചന? സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ജാമ്യം കിട്ടാൻ വേണ്ടി ഓരോ നിമിഷവും പരിശ്രമിച്ചുകൊണ്ടിരിക്കുമല്ലോ. കൗൺസിൽ യോഗം എന്തായാലും ഈ മാസം നല്ല രീതിയിൽ നടക്കും. പിന്നെ ഒരു കൗൺസിലറും അയോഗ്യനാകാൻ പോകുന്നില്ല. 101 കൗൺസിലർമാർ സത്യപ്രതിജ്ഞ 101 പേര് 5 വർഷം അതുപോലെ തന്നെ ഉണ്ടാകും. നിലവിൽ കാപ്പ ബോർഡിൻ്റെ ഈ തീരുമാനം ശരിവെച്ചത് ഇതുവരെ ചലഞ്ച് ചെയ്തിട്ടില്ല. അത് ഹൈക്കോടതിയിലെ ചലഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ പറയുന്നത്, അക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൗൺസിലറും അദ്ദേഹത്തിൻ്റെ അഭിഭാഷക സംഘവുമാണ് അക്കാര്യങ്ങൾ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെ നേതൃത്വവും അക്കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്, അത് ഇടപെടുന്നുണ്ട്. ജില്ലാ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് വിങ്ങാണ്. മേയർ എന്നുള്ള നിലയ്ക്ക്, ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൗൺസിലറും അതോടൊപ്പം തന്നെ പാർട്ടി നേതൃത്വം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടി എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കുന്നത്, കൗൺസിലറുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് കോടതിയുടെ നിരീക്ഷണത്തിലുള്ള കാര്യങ്ങൾ, കോടതിയുടെ പരിഗണനയുള്ള കേസുകൾ, അതിൽ കോടതിയുടെ വിധി, അതിൽ കോർപ്പറേഷൻ എന്ത് നടപടി സ്വീകരിക്കും, എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് ആധികാരികമായി എനിക്ക് പറയാനുള്ളത്. ഈ കേസ് പരിഗണനയിൽ വന്ന സമയത്ത് തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുമായിട്ട് ഞങ്ങളുടെ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു. ഇപ്പോൾ 2 മണിക്ക് കോടതിയുടെ ഉത്തരവ് വന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഡെപ്യൂട്ടി മേയറും ഒക്കെ തന്നെ ഈ റൂമിന് തൊട്ടടുത്തുണ്ട്. ഞങ്ങളിപ്പോൾ മാധ്യമങ്ങൾ പോയതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് എങ്ങനെയാണ് ഈ കാര്യം കൈകാര്യം ചെയ്യേണ്ടത്, നാളെ രാവിലെ 11 മണിക്കുള്ള കാര്യം കൈകാര്യം ചെയ്യേണ്ടത്, കോടതി ഉത്തരവ്, അപ്പോഴേക്കും കോടതി ഉത്തരവും ഞങ്ങൾക്ക് കയ്യിൽ കിട്ടും. അതിനുശേഷം ഞങ്ങൾ തീരുമാനമെടുക്കും. എന്തായാലും കോടതി പറഞ്ഞതുപോലെ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കും. പിന്നീട് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ.
വന്നിരിക്കുന്ന കോടതി വിധിയിലൂടെ സുഗതൻ? അല്ല, അങ്ങനെയുള്ള പല സാഹചര്യങ്ങളും രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഭരണരംഗത്തുമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട കോടതികളൊക്കെ പറയുന്ന നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വിധികൾ അതിനനുസരിച്ചാണ് ഭരണസമിതി പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് തയ്യാറാണ്. അപ്പം നാളെ അങ്ങോട്ടേക്ക് പോയി ഇന്ന് തന്നെ പോകും. കാരണം നാളെ ബ്ലോക്കൊക്കെ വന്നിട്ട് സമയത്തിന് എത്തിയില്ലെങ്കിൽ അത് പുതിയ പ്രസിഡന്റ് സൃഷ്ടിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എന്തായാലും നാളെ 11 മണിക്ക് മുമ്പ് അവിടെ, നാളെ 10 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് കോടതി പറഞ്ഞ സമയത്ത് തന്നെ, ഞാൻ മനസ്സിലാക്കുന്നത് 11 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വളരെ മുമ്പ് തന്നെ അവിടെ എത്തും. അതുപോലെ തന്നെ ഈ കൗൺസിൽ യോഗം ഒക്കെ ഇപ്പം 2 തവണ, ഇപ്പം 3 തവണ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. അതൊരു പ്രതിസന്ധിയാവുമോ? പങ്കെടുത്താൽ അയോഗ്യതയുള്ള കാര്യങ്ങളിൽ എത്തൂലല്ലോ. പങ്കെടുക്കും. മാത്രമല്ല അങ്ങനെ അയോഗ്യത വരാൻ പോകുന്നില്ല. അയോഗ്യതയൊന്നും ആർക്കും വരാൻ, 101 കൗൺസിലർമാരിൽ ആർക്കും തന്നെ ഈ 5 വർഷം ഒരു അയോഗ്യതയും വരാൻ പോകുന്നില്ല. അതെങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്? കാരണം എന്തായാലും അദ്ദേഹം പങ്കെടുക്കാതെ എന്തായാലും പറ്റത്തില്ലല്ലോ. അതെങ്ങനെ സാധ്യമാക്കും? 3 കൗൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യത എന്നുള്ളതാണല്ലോ. എന്തായാലും ഈ 5 വർഷവും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആരും തന്നെ അയോഗ്യരാവാൻ പോകുന്നില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ മുനിസിപ്പൽ ആക്ട് ഉണ്ട്. ഇവിടെ മുനിസിപ്പൽ ആക്ടിൽ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ 101 പേര്, ഞാൻ പറയുന്നത് 101 പേരിൽ ആരും തന്നെ അയോഗ്യരാകാൻ പോകുന്നില്ല. അല്ല, അതൊക്കെ കോടതിയിൽ കൃത്യമായിട്ട് അക്കാര്യങ്ങൾ അവരുടെ അഭിഭാഷകർ വാദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള വിധികളൊക്കെ വരുന്നത്. ഇത്തരത്തിൽ കൗൺസിലർ സ്ഥാനം സംരക്ഷിക്കപ്പെടണം, ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട കോടതികളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള ആരോഗ്യകരമായുള്ള വിധികളൊക്കെ വരുന്നത്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുകയാണ്. വേറെ ഇനി ആരെങ്കിലും ഇതുപോലെ ചെയ്യണമെങ്കിൽ അത് രണ്ടാമതായിക്കോളൂ. അതൊരു ഇതായിട്ട് മാറും. ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരിക്കലും ആദ്യം നടക്കണ്ടേ? എന്തേ രാഷ്ട്രീയത്തിലോ? ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓൺലൈൻ മാധ്യമ പ്രവർത്തനോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കേസിനെ കുറിച്ച് ചോദിച്ചപ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ തന്നെ സാധ്യതകൾ പലതും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കോടതികളുടെ വിധികളെ ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ആരും ആക്രമിച്ചില്ല. അല്ലല്ല, അങ്ങനെയൊന്നും ആക്രമിക്കൽ എന്നുള്ള വാക്കൊന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് ആക്രമിക്കൽ എന്നുള്ള വാക്ക്, ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങൾക്ക് ആശങ്കയില്ല. ഞങ്ങൾക്ക് സമരങ്ങളോട് വിയോജിപ്പില്ല. ഇതൊക്കെ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങളെ മറ്റൊരു സാഹചര്യം കൊണ്ട് തരണം ചെയ്യും. ഭരണസമിതി 101 കൗൺസിലർമാരെ സംരക്ഷിക്കും. ഏതെങ്കിലും ഒരു കൗൺസിലർ പറയട്ടെ, ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇവിടെ തന്നെ ഞങ്ങളുടെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാർ ഇവിടെ ഈ കോർപ്പറേഷനിലുണ്ടല്ലോ. നിങ്ങളിപ്പോൾ ചോദിച്ചു നോക്കൂ, ഏതെങ്കിലും ഒരു കൗൺസിലർ ഭരണപരമായ കാര്യങ്ങൾക്ക്, ഏതെങ്കിലും ഒരു കൗൺസിലർ ഭരണപരമായ കാര്യം, 2 സ്വതന്ത്രന്മാരുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഭരണപരമായ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഒരാളിന് സംരക്ഷണം ലഭിക്കുന്നില്ല എന്ന് കഴിഞ്ഞ 6 മാസത്തെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലിൽ നിങ്ങൾ മാധ്യമങ്ങളോടോ പൊതുസമൂഹത്തോടോ ആരെങ്കിലും പറയട്ടെ. എല്ലാവരെയും ഭരണസമിതി ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചാണ്, ജീവനക്കാർ എല്ലാവരും ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, വേറൊന്നുമില്ല.